എവിടെ രേഷേ? രേഷ എവിടെ പോയി? എവിടെ പോയി? ഹലോ, ഇതാരാ? ഇതാരാണ്? പിടിക്ക് പിടിക്ക്, വീഡിയോ എടുക്കണം കേട്ടോ. മതി നമുക്ക് ഫുള്ള് പണിയാ. അതൊക്കെ അറിയാം. ഞാനൊക്കെ പറഞ്ഞു വരുന്നു. ഹലോ, എല്ലാവരും ഇഫ്താർ മീറ്റിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ. അപ്പം ഞങ്ങളും വിചാരിച്ചൊരു ഇഫ്താർ മീറ്റ് സെറ്റാക്കാമെന്ന്. ഈ ഇഫ്താർ മീറ്റിൻ്റെ പിന്നിൽ ചെറിയ ദുരൂഹതയൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ പറഞ്ഞുതരാം. ഞാൻ, ജുമി, ഷാനു, മോസി, രേഷ്, ഇത്രയും പേരാണ് ഞങ്ങളുടെ ഗ്യാങ്ങിലുള്ളത്. 5 പേര്. ഇത് ജുമീൻ്റെ 2 മോസീൻ്റെ 2 എൻ്റെ 2 ഷാനുവിൻ്റെ 1, രേഷിൻ്റെ 1. അതാണ് ലാസ്റ്റ് വൺ, കല്യാണി. അവളെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഷഡേയിൽ നിന്ന് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കിയത്. അവൾ ജനിച്ചിട്ട് 10 മാസമായി. പക്ഷേ എന്ത് പറയാനാണ്, ഞങ്ങൾക്ക് ഇതുവരെ അവളെ മീറ്റ് ചെയ്യാനുള്ളൊരു സൗകര്യവും സന്ദർഭവും ഒന്നും കിട്ടിയിട്ടില്ല. ജുമിയും മൂസിയും ഇവിടെ വന്ന പാടെ അവരുടെ കഴിവൊക്കെ പുറത്തെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അവർക്കുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വത്തൊക്കെ റെക്റ്റാങ്കിളിൽ മുറിക്കണോ ത്രികോണത്തിൽ മുറിക്കണോ എന്നൊക്കെ. ഇവിടെ ജുമി പപ്പായയിൽ താജ്മഹൽ പണിയാണ് കേട്ടോ. ആകെ കിട്ടിയൊരു ജോലി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ജുമി ഹനുമാൻ മരുത്താമല കൊണ്ടുപോകുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കൊണ്ട് നടക്കുന്നുണ്ട്. താഴെ വെക്കുന്നുമില്ല, വേറെ ആർക്കും കൊടുക്കുന്നുമില്ല. ഷാന് ഭയങ്കര ബിസിയാണ് കേട്ടോ. വർക്ക് ഫ്രം ഹോമാണേ. ഇത് കൊറേ എണ്ണ നമ്മക്കോ കൊടുക്കാൻ പറ്റിയ ആശാമാർ ഭയങ്കര ബഹളാട്ടോ പുറത്തുനിന്ന്. ഞാൻ പോയി നോക്കുമ്പോൾ എല്ലാവരും കൂടെ സെറ്റായിട്ട് ബോൾ കളിക്കുകയാണ്. ഞങ്ങളെ ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ടായിട്ട് ഏകദേശം 14 വർഷമായി. അതിനിടയ്ക്ക് കല്യാണം കഴിഞ്ഞു, കുട്ടികളായി. ഇതിനിടയ്ക്ക് ഞങ്ങളെ കുട്ടികളെല്ലാവരും കൂടെ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനൊരു മീറ്റ്. അതിൻ്റെ ഒരു സന്തോഷം കൂടെ ഞങ്ങൾക്കുണ്ട്. ഇവിടെ ഷാനും മൂസിയും ജുമയും കൂടെ ഭയങ്കര പ്ലാനിങ്ങിലാണ് ഇഫ്താർ എങ്ങനെ സെറ്റ് ചെയ്യണമെന്നുള്ളത്. വല്ലാണ്ട് ഞങ്ങൾ ഫോണിൽ കൂടെ പ്ലാൻ ചെയ്തിട്ടൊന്നും ഇല്ലായിരുന്നു. എല്ലാം പെട്ടെന്നുള്ള പ്ലാനിങ്ങിലാണ് ഇങ്ങനെ നടന്നു പോകുന്നത് കേട്ടോ. ഇഫ്താറിനുള്ള പലഹാരമൊക്കെ ജുമിയും മൂസിയും വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നാണ്. അതൊക്കെ ഇങ്ങനെ തുറന്ന് കാണിക്കുകയാണ് കേട്ടോ. ഇത് ചെറുതായിട്ട് ചൂടൊക്കെ കുറഞ്ഞിട്ടുണ്ട്, ഉച്ചക്കേ ഉണ്ടാക്കി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങളിതൊന്ന് എയർ ഫ്രൈറിൽ വെച്ചിട്ട് ജസ്റ്റ് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ. ചെറുതായിട്ടൊരു ചൂടൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കുമ്പോൾ ഒരു സുഖമാണല്ലോ. ഏകദേശം ബാങ്ക് കൊടുക്കാനുള്ള ടൈമൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു 10-15 മിനിറ്റ് മുന്നെയാണ് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുന്നത്. ഇതിനിടയ്ക്ക് ജ്യൂസ് അടിച്ചിട്ട് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാവരും ഇത് സെറ്റാക്കുന്ന സമയത്തേ ഒരാളെ പരിപാടി എന്താണെന്നറിയോ, കാണിച്ചു തരാം. ഒന്നും എടുക്കാണ്ട് വെള്ളം ഇറക്കുക, വെള്ളം കുടിക്കുക, വെള്ളം ഇറക്കുക, വെള്ളം കുടിക്കുക. ഇതാണ് ഓളെ പരിപാടി. തിന്നു നോമ്പറക്കാൻ വന്ന തിന്നു. കൊറേ പണി കുടിക്കാതെ വെള്ളം ജീരകവെള്ളം പറഞ്ഞു ഞാൻ കുടിക്കാതെ കുടിക്കാതെ അത് തിന്നാൻ അസറിനെ തുടങ്ങീന്. എന്നിട്ടാ ഇനി മെല്ലെ മെല്ലെ അറിയുന്നേ. ഒരുപാട് നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ബാങ്ക് കൊടുത്തു. ഞങ്ങൾ നോമ്പ് തുറന്നു. അൽഹംദുലില്ലാ. ഞങ്ങളില്ലേ പലപ്പോഴും പുറത്തുനിന്നൊക്കെ മീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഉണ്ടല്ലോ ഈ മീറ്റപ്പ് അടിപൊളിയായിരുന്നു. അതിൻ്റെ കാരണം ചിലപ്പോൾ കുട്ടികളും കൂടെ ആയിരിക്കും. അവരും കൂടെ ഇങ്ങനെ മിങ്കിൾ ചെയ്ത് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യുന്ന കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സ് നിറഞ്ഞ്. കൂടെ ഈ ഫുഡ് ഉണ്ടല്ലോ അത് അടിപൊളിയായിരുന്നു. മൂസിയും ചുമയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന പലഹാരമൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അത് കഴിച്ചപ്പോൾ എൻ്റെ വയറും നിറഞ്ഞ്. ഞങ്ങൾ
ഞങ്ങളെപ്പോഴും മീറ്റ് ചെയ്യൽ ഏതെങ്കിലും ഒരു മാളിൽ വെച്ചിട്ടായിരിക്കും. അവിടെ ചെല്ലുന്നു, ഫുഡ് ഓർഡർ ചെയ്യുന്നു, ആ ഫുഡ് ഓർഡർ ചെയ്ത് കഴിച്ച് അതിൻ്റെ ബില്ലും പേ ചെയ്ത് പോരുക എന്നല്ലാണ്ട് ഇത്രയും ഫ്രീ ആയിട്ട് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞങ്ങളിങ്ങനെ എൻജോയ് ചെയ്യുന്നത്. ഇത് നല്ലൊരു ഐഡിയ ആണെന്ന് അപ്പം തോന്നി. ഇത് സ്ഥിരമാക്കിക്കോളാനും ഞങ്ങളവിടെ പറഞ്ഞിട്ടും ഉണ്ട് കേട്ടോ. എന്തായാലും ഞങ്ങളെക്കാൾ കൂടുതൽ ഇവരാണ് എൻജോയ് ചെയ്തിട്ടുള്ളത്. കല്ലു തീരെ അടങ്ങിയിരിക്കുന്നില്ല കേട്ടോ. അവളങ്ങനെ കളിക്കുന്നതിന് ഒരു അത്ഭുതവും ഇല്ല. അവളുടെ മമ്മി അങ്ങനെ തന്നെയാണ്, ഒരു ഭാഗത്ത് അടങ്ങിയിരിക്കില്ല. ഈ സോഡിയം വെള്ളത്തിലിട്ട പോലെ എന്ന് പറയില്ലേ, ഞങ്ങൾ 5 പേരും ഒരു ബെഞ്ചിലാണ് ഇരുന്നത്. പക്ഷെ ഉണ്ടല്ലോ അവൾ ഞങ്ങളെ കൂട്ടത്തിൽ ഉണ്ടാവാറേ ഇല്ല. ഇതിങ്ങനെ പറന്ന് നടക്കലാണ്. അതിന് പ്രത്യേകിച്ച് ഒരു ബെസ്റ്റ് ഫ്രണ്ടോ ബെസ്റ്റ് ഗ്യാങ്ങോ ഒന്നുമില്ലായിരുന്നു. ഇതാണ് ഞങ്ങൾ സെറ്റാക്കിയിട്ടുള്ള ഫോട്ടോ. അടിപൊളിയല്ലേ? എല്ലാം സംഭവം 2 പേരും പട്ടപ്പടേ ഇതും കൂടെ പോരിയാ. അതെന്നാ അവിടെ പിടിക്കണോ? സ്റ്റീൽ പാത്രം എടുത്തോ. അതിന് ഫുള്ള് ഉത്തരവാദിത്തം അപ്സിക്കുക. അവളെ ഇളക്കി മറച്ചതാണ്. 2 3 2 4. അപ്പം നോമ്പ് തുറന്ന പാടുള്ള ക്ഷീണമൊക്കെ മാറ്റിക്കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആയപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് തീരുമാനിച്ചു കേട്ടോ. അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു ഗേസ്. അപ്പോൾ എല്ലാവരും ഇരുന്ന ഫുഡൊക്കെ തട്ടി മറിക്കാണ് അടിച്ചു മാറാണ്, അങ്ങനെ പറയാമല്ലേ. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. നിങ്ങൾ ആരും മിണ്ടരുത് കേട്ടോ, ഒരാളും മിണ്ടരുതേ. മിണ്ടരുത്. രേഷേ, അവൻ്റെ പേരൊന്ന് പറഞ്ഞു. അവൻ്റെ പേരെന്താ? പറയരുത്, ആരും പറയരുത്. പേരറിയോ? എന്നാ ജൂമി പറയ്. മൂസിന്റെ ചെറിയ മോൻ്റെ പേരെന്താ? ഈ പറയണ്ട, നിങ്ങൾക്കല്ലേ. മൂസിന്റെ ചെറിയ മോൻ്റെ പേരെന്താ? ആ പറയ്. മിണ്ടല്ലേ? ഓ അതോ പറഞ്ഞോണ്ട്. ആ 5 ആളും ഫ്രണ്ട്സ്. അപ്പൊ ഈ 5 ആൾക്കാർക്കും സ്വന്തം അല്ല ഫ്രണ്ട്സിന്റെ മക്കളെ പേരറിയില്ല. നമുക്ക് ആരോട് അറിയാം? മനുവിന്റെ ശരിക്കും പേര് റെക്കോർഡിക്കൽ നെയിം പറയ്. പറയരുത്. ആ സ്നേഹം മതി. അല്ല, ഈ സ്നേഹം തുടങ്ങിയിട്ട് എത്ര വർഷമായി? ജുമിയെ പറയും. ഇവന്റെ പേരെന്താ? ഓ, എനിക്ക് വ്ളോഗ് ഉള്ളതുകൊണ്ട് അതറിയാം. എന്നാ ജുമീന്റെ ചെറുതിന്റെ പറയും. എന്റെ ചെറുതിന്റെ പേരെന്താ? ഇനി ഞാനൊരു സത്യം പറയട്ടെ, ഇത്രയും വലിയ ഡയലോഗ് അടിച്ച് എനിക്ക് ഇവരാരെയും പേരറിയില്ല കേട്ടോ. എല്ലാവരുടെയും ഒന്നല്ല, ജുമീൻ്റെയും മൂസിൻ്റെയും കുട്ടികളുടെ പേര് കുറച്ച് ഡിഫറൻസ് ആണ്. വിളിക്കുന്ന പേരും ശരിക്കുള്ള റെക്കോർഡിക്കൽ നെയിമും ഒക്കെ ആയിട്ട് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് ഓർത്ത് വെക്കാൻ കുറച്ച് പാടുണ്ട്. പക്ഷേ രേഷിൻ്റെയും ഷാനുവിൻ്റെയും കുട്ടികളുടെ പേര് റെക്കോർഡിക്കൽ നെയിമും ഒക്കെ ആയിട്ട് കുറച്ച് കണക്ഷൻ ഉള്ളതുകൊണ്ട് ഓർത്ത് വെക്കാൻ സുഖമാണ്. അതെനിക്ക് അറിയുകയും ചെയ്യാം. പിന്നെന്താ, നമ്മളെ ടോക്കിനിടയിൽ കുട്ടികളുടെ കാര്യമൊന്നും വരാറുമില്ല. നമ്മളാരും ഇങ്ങനെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുമില്ല. ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ നിക്ക് നെയിം ഒന്നും അറിയാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഒരു കാര്യം, പോകുന്നതിന് മുന്നേ ജുമി ഒന്നും കൂടെ പേരൊക്കെ ചോദിച്ച് ഉറപ്പിച്ചിട്ടൊക്കെയാണ് പോയത്. ഇപ്പം പെട്ട പോലെ ഇനി വേറെ ആരുടെ ഇടയിൽ പോയിട്ട് ഇനിയും ഞാനെങ്ങാനും ചോദിച്ചാലോ നോത്തിട്ടോ. മനു, ദിനു, ഐസം, ഐത്തം. അപ്പോഴേ ഇന്നത്തെ വിശേഷം ഇതോടെ തീർന്നു. ഇനി അടുത്ത വിശേഷമായിട്ട് കാണുന്നവരെ ബൈ.